ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ സെൻസെക്സ് ഇന്ന് 983 പോയിന്റ് ഒരു ഫോൾ ഉണ്ടായി. 76,681 സെൻസെക്സിന്റെ സ്പോട്ട് ഉള്ളത്. നിഫ്റ്റി 275 പോയിന്റ് ഫോൾ ചെയ്തു. നിഫ്റ്റി അങ്ങനെ 24,000 താഴെ ക്ലോസ് ചെയ്തു. തുടർച്ചയായ 3 ദിവസം നിഫ്റ്റി ഇപ്പോൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. IT സ്റ്റോക്കുകളാണ് ഇടിവിന് പ്രധാന കാരണം. ഇൻഫോസിസ് ഇന്ന് 7% നമ്മളുടെ മാർക്കറ്റിൽ ഇടിഞ്ഞു. ഇന്നലെ ADRൽ US അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ ഇൻഫോസിസ് ഇടിഞ്ഞിരുന്നു 4%. രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീക്ക് IT ഇൻഡെക്സ് ഏകദേശം 10% ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഇൻഫോസിസ് മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ 10% ഇടിഞ്ഞ HCL ടെക്, കൂടാതെ തന്നെ SBIയും MNMും TCSും ടെക്കമ്മും തുടങ്ങിയ സ്റ്റോക്കുകൾ ഈ ഒരു വീക്ക് അപ് ടു 5 to 10% വരെയുള്ള ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും നെഗറ്റീവായിരുന്നു. 215 പോയിന്റ് ഇടിഞ്ഞ് 56,090. നിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ഇടിവില്ല. മിഡ് ക്യാപ്പ് ഇൻഡെക്സും 578 പോയിന്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. HCL ടെക് അങ്ങനെ 3ാമത്തെ ദിവസം തുടർച്ചയായിട്ട് ഇടിവിലാണ് ഉള്ളത്. ഇന്ന് പ്രധാനമായിട്ടും 2-3 നെഗറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മോർഗൻ സ്റ്റാൻലി US വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ബ്രോക്കറിംഗ് സ്ഥാപനം ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തു. HSBC എന്ന് പറയുന്ന മറ്റൊരു റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. ഈ 2 നെഗറ്റീവ് ന്യൂസായിരുന്നു നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് സ്ട്രൈറ്റ് അവേ നെഗറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടുവരുമ്പോൾ കാണാൻ സാധിക്കും ഒരു റിക്കവറിക്ക് വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും ശ്രമിച്ചില്ല. 24,150 നിന്ന് മാർക്കറ്റ് ഒരേപോലെ ഇടിവ് രേഖപ്പെടുത്തി. അവസാന സമയത്ത് ചെറിയൊരു റിക്കവറി, അത് ഒരു മാർക്കറ്റ് ഒരു സ്റ്റീപ്പ് ഫോൾ ആണെന്ന് നമുക്ക് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോഴും ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4,679, സിൽവർ 74, ബിറ്റ്കോയിൻ 77,000 റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബ്രന്റ് ഓയിൽ 100 മുകളിലാണ് ബ്രന്റ് ഓയിലിൻ്റെ വാല്യൂ ഉള്ളത്. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്. നാസ്ഡാക്ക് ഫ്യൂച്ചർ എന്നാൽ 240 പോയിന്റ് പ്ലസ് ആണ്. കാരണം NVIDIA അവിടെ 20% റാലിയിലാണ്. NVIDIA ഉൾപ്പെടെയുള്ള കമ്പനീസ്. ഏഷ്യൻ മാർക്കറ്റിൽ നിക്കി, ജപ്പാൻ മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ വിക്സ് 6% സ്പൈക്ക് ചെയ്ത് 90ലേക്ക് എത്തിയിട്ടുണ്ട്. ഡാക്സ് CAC 40 FTSE ഏറ്റവും താഴെ കാണുന്നത് യൂറോപ്യൻ മാർക്കറ്റാണ്. അത് 3ഉം നെഗറ്റീവിലാണ് ട്രേഡിങ് തുടരുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഗ്ലോബൽ കാര്യങ്ങൾ. നമ്മൾ ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ DCB ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് വന്നിരുന്നു. 177 കോടി രൂപയിൽ നിന്ന് 205 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ശ്രീറാം ഫിനാൻസാണ് മറ്റ് റിസൾട്ട് വന്ന പ്രധാന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 41% വർധനവുണ്ടായി 314 കോടി രൂപ കരസ്ഥമാക്കി. ഹിന്ദുസ്ഥാൻ സിങ്ക് നെറ്റ് പ്രോഫിറ്റ് 68% ഉയർന്ന് 4,997 കോടി രൂപ കരസ്ഥമാക്കിയിരുന്നു. 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അതുൽ നെറ്റ് പ്രോഫിറ്റ് 127 കോടി രൂപയിൽ നിന്ന് 210 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ചെന്നൈ പെട്രോളിയം കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 203% ഉയർന്ന് 1,422 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. 54 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനന്ദ് രാജ് ലിമിറ്റഡ് കമ്പനി ഇവർ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ പ്രമൈസസിൽ ഒരു റൈഡ് നടത്തുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ആനന്ദ് രാജ് ഇന്ന് 8% ഇടിവ് രേഖപ്പെടുത്തി. അൽക്കലം ലാബ് CEO റിസൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് നിന്ന് 6% ഫോൾ രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂ 14% ഉയർന്നു. വിനയൽ കെമിക്കലും നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞതിനെ തുടർന്ന് സ്റ്റോക്ക് നിന്ന് 10% ഒരു ഇടിവിലാണ് ഉള്ളത്. ഇറാൻ, ഇസ്രായേൽ ഇപ്പോൾ ഈ ഹോർമോസിലെല്ലാം തന്നെ അമേരിക്കയും അവിടെ ആ ഒരു ഹോർമോസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവിടുത്തെ ഉപരോധം US ഭാഗത്തു നിന്ന് ഓൾറെഡി ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവിടുത്തെ ആ ഒരു കൺട്രോള് ആത്യന്തികമായിട്ട് US വേണമെന്നുള്ളതാണ്. ഇതിനിടെ ഇന്ത്യയും US തമ്മിലുള്ള ഈ ട്രേഡ് ഡീലുകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയ ഡെലിഗേറ്റ്സ് എല്ലാം തന്നെ ഇന്നലെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. നെഗോഷിയേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് വോളറ്റൈലായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നാസ്ഡാക്ക് പോസിറ്റീവിലായത് മാത്രമാണ് നമുക്കൊരു ആശ്വാസം പകരുന്നൊരു കാര്യം. ഒരു റിക്കവറി രേഖപ്പെടുത്തിയാൽ, അതായത് IT സ്റ്റോക്കുകൾക്കാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. അപ്പോൾ HCL ടെക്കിന് ആദ്യത്തെ ഇടിവ്, രണ്ടാമത്തെ ഇടിവ് ഇൻഫോസിസിന്, വിപ്രോ എല്ലാം തന്നെ, വിപ്രോയും TCSും പണ്ടേ തൊട്ട് ഇടിവിലാണ്.
ഈ AI വന്നതിന് ശേഷം IT കമ്പനീസിന് ഓർഡറുകളിൽ വലിയ പ്രശ്നമുണ്ട്. ഹെഡ് കൗണ്ട് അനുസരിച്ചുള്ള പേയ്മെൻറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാവാം. ആളുകളുടെ ജോലിയിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകളിൽ എത്രമാത്രം ഒരു മാൻ പവർ റിക്വയർമെൻറ്റ് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതേസമയം പാരലായിട്ട് ഈ ഓപ്പൺ AI പോലെയുള്ള AI പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഘടകങ്ങൾ IT മേഖലയിൽ വലിയ ഒരു കരിനീലായിട്ട് മാറിയിട്ടുണ്ട്. അത് സോർട്ട് ഔട്ട് ചെയ്യണം. മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടും ഈ രീതിയിൽ. അപ്പോൾ നമുക്ക് നാളെയൊക്കെ കാണാം. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ്. താങ്ക് യു.